ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിംഗിൽ എക്സ്പേർട്ട് ആകണോ? ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ പലർക്കും തന്നെ ഗിയർ മാറ്റുമ്പോൾ ഒരുപാട് തരത്തിലുള്ള തെറ്റുകൾ ഗിയർ മാറ്റുന്നതിനിടയിൽ സംഭവിക്കാറുണ്ട്. ചിലർക്ക് സംഭവിക്കുന്നതാണ്, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുമ്പോൾ ചിലപ്പോൾ അറിയാതെ ന്യൂട്രൽ വീഴും. ഇനി സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഗിയർ ഇടുന്ന സമയത്ത് അറിയാതെ ന്യൂട്രൽ പൊസിഷനിലേക്ക് ഗിയർ ലിവർ വരുന്ന ഒരു പ്രോബ്ലം. ചിലർക്ക് ഗിയർ തെറ്റിപ്പോകും. ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുമ്പോൾ ചിലപ്പോൾ ഫോർത്ത് ആയിരിക്കും വീഴുന്നത്. ഇനി സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് വീഴും. ഇതൊക്കെ ഡ്രൈവിങ്ങിനിടയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു അബദ്ധമാണ്. ഒപ്പം തന്നെ ഈ അബദ്ധം മുഖാന്തരം ചിലപ്പോൾ വലിയ അപകടം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പേർട്ട് ആകാനായിട്ടുള്ള ചില ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇനി നിങ്ങളിൽ പല ആൾക്കാർക്കും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാറുള്ള അബദ്ധങ്ങളും ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഈ അബദ്ധങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് അതൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതിനെന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെച്ച് ക്ലച്ച് ചവിട്ടി ഞാൻ വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്തു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇതേ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്തെടുത്തപ്പോൾ ഇതേ എൻ്റെ വണ്ടി ഓഫായിപ്പോയി. ഇത് പലർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്താണല്ലോ ഞാൻ വണ്ടി എടുത്തത്, പക്ഷേങ്കിൽ എൻ്റെ വണ്ടി ഓഫായി പോയല്ലോ, ഈ ഒരു ചിന്ത പലർക്കും വരും. അപ്പം നിങ്ങൾക്ക് ഇവിടെ സംഭവിച്ച ഒരു അബദ്ധം എന്ന് പറയുന്നത്, നിങ്ങൾ കൊടുത്തത് ഫസ്റ്റ് ഗിയർ അല്ല, ഫസ്റ്റ് ഗിയറിനോട് അടുത്ത് കിടക്കുന്ന തേർഡ് ഗിയർ ആണ് നിങ്ങൾ ഇട്ടത്. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാറുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട്, ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിയുടെ ഗിയർ ആദ്യം നിങ്ങൾ ന്യൂട്രൽ ആക്കുക. ഓക്കെ, ന്യൂട്രൽ ആക്കിയതിന് ശേഷം അടുത്തത് ഫസ്റ്റ് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് നോക്കണം. തെറ്റാതിരിക്കാനായിട്ടുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഈ ഗിയർ ലിവർ ന്യൂട്രൽ ആക്കിയിട്ട് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ലിവറിനെ ചേർക്കുക. അതായത് ഇങ്ങോട്ടൊരു പ്രഷർ കൊടുത്ത് ലിവർ ചേർക്കുക. എന്നിട്ട് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇതുണ്ട് കറക്റ്റ് ആയിട്ട് ഇടാം. ഇപ്പം ഫസ്റ്റ് ഗിയർ തെറ്റാതെ ഞാൻ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പതിയെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ വാഹനം നമുക്ക് ഫസ്റ്റ് ഗിയറിൽ കറക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുക. ഇനി പലർക്കും സംഭവിക്കുന്ന അടുത്ത ഒരു അബദ്ധമാണ്. അതായത് ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് ഗിയർ കൊടുക്കാൻ പോവാണ്. അപ്പോൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് പല ആൾക്കാർ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഇട്ടു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ സൗണ്ട് മാത്രം കേൾക്കും, വണ്ടി നീങ്ങത്തില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, വാഹനത്തിന്റെ ഗിയർ എന്തായി, ന്യൂട്രൽ പോയി, സെക്കൻഡ് ഗിയറിലേക്ക് വീണുമില്ല. സെക്കൻഡ് ഗിയർ വീണെന്ന് കരുതി എന്ത് ചെയ്തു, ആക്സിലറേഷൻ കൊടുത്തു, പക്ഷെ വണ്ടി നീങ്ങില്ല, ന്യൂട്രൽ പൊസിഷനിലാണ് കിടക്കുന്നത്. ഇങ്ങനെ ഒരു അബദ്ധം പലർക്കും സംഭവിക്കാറുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഗിയർ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അറിയാതെ ന്യൂട്രലിലേക്ക് ഗിയർ ലിവർ വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഇതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു, വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി, എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് പിടിച്ചു, എന്നിട്ട് ഫസ്റ്റ് ന്യൂട്രൽ എന്ന് മനസ്സിൽ പറയുക, എന്നിട്ട് നേരെ താഴോട്ട് സെക്കൻഡ് ഗിയർ എന്ന് മനസ്സിൽ പറഞ്ഞിടുക. അതായത് ഇടയ്ക്കുള്ള ന്യൂട്രൽ അതിനെ മനസ്സിൽ ഓർത്തിടുക. എന്നിട്ട് തൊട്ട് താഴോട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും തെറ്റത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് നിരന്തരം തെറ്റിപ്പോകാനായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു ജംഗ്ഷനിൽ വന്നു, എൻ്റെ കാല് ബ്രേക്കേ വരുന്നു, എന്നിട്ട് ഫസ്റ്റിലേക്ക് ഇടണം. ഇതുകൊണ്ട് സെക്കൻഡ് ന്യൂട്രൽ ഫസ്റ്റ്, കണ്ടോ? അപ്പം നമുക്ക് കറക്റ്റ് ആ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ കഴിയും. അല്ലാതെ ന്യൂട്രൽ വന്ന അവിടെ വാഹനം നിന്നു പോകത്തില്ല, അല്ലെങ്കിൽ വണ്ടി മുന്നോട്ട് മൂവ് ആകാതെ പോകുന്ന ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. വീണ്ടും ഇതുകൊണ്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, ന്യൂട്രൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, കണ്ടോ? അപ്പോൾ സെക്കൻഡ് ഗിയറിൽ എൻ്റെ വാഹനം വളരെ സുഖകരമായിട്ട് ഇതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് പലർക്കും സംഭവിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇപ്പോൾ സെക്കൻഡ് വരികയാണ്. സെക്കൻഡ് വരുന്ന സമയത്ത് നമുക്ക് ഒരു റോഡ് സ്ട്രെയിറ്റ് ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, തേർഡ് ഗിയറിലേക്ക് ഇടുമല്ലോ. ഇങ്ങനെ തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് പലർക്കും സംഭവിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ മിസ്റ്റേക്ക് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒരു കാരണവശാലും വരുത്തരുത്. ഇത് വലിയ അപകടം വരുത്തി വെക്കുക. അതായത് സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുക്കുന്നതാണ്. അതായത് ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഇനി തേർഡ് കൊടുക്കുകയാണ്, ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇട്ടു, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്തു. ഇതുണ്ടോ, വാഹനത്തിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥ വന്നു.
അതായത് സെക്കൻഡിൽ നിന്ന് ഞാൻ തേർഡ് കൊടുത്താണ്, പക്ഷേ വീണത് ഫസ്റ്റ് ഗിയർ ആണ്, കാരണം തേർഡിൻ്റെ അടുത്താണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാരണവശാലും സെക്കൻഡിൽ നിന്ന് നമ്മൾ തേർഡ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് വീഴാൻ പാടില്ല. ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന പലർക്കും സംഭവിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ അബദ്ധം മാറാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് കൊടുത്ത് ഞാൻ വണ്ടി എടുക്കുന്നു, മൂവ് ആക്കുന്നു, ന്യൂട്രൽ പൊസിഷനിൽ വരുന്നു, നേരെ താഴോട്ട് ഇടുന്നു, സെക്കൻഡ് ഗിയർ വന്നു. തേർഡ് ഇടുന്ന സമയത്ത് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് പ്രഷർ കൊടുക്കരുത്, വേറെ ഒന്നും ചെയ്യേണ്ട, കൈ ജസ്റ്റ് വെറുതെ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് ആക്കുക. ഫസ്റ്റ് ക്ലച്ച് പിടിച്ച് ന്യൂട്രൽ വന്നതിന് ശേഷം ഒരു സൈഡിലേക്കും ബലം കൊടുക്കാതെ നേരെ മുകളിലേക്ക് ചുമ്മാ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ കറക്റ്റ് തേർഡ് ഗിയർ ആയിരിക്കും വീഴുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് ഗിയർ കറക്റ്റ് ആയിട്ട് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. ഇനി നമ്മൾ തേർഡിൽ നിന്ന് ഫോർത്ത് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, പലർക്കും നേരെ ന്യൂട്രൽ വന്ന് കിടക്കുന്ന പ്രശ്നം വരും. അപ്പോൾ ന്യൂട്രൽ എന്ന് ഓർത്തിടുക, ക്ലച്ച് പിടിക്കുന്നു, ന്യൂട്രൽ ഫോർത്ത്, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. ഇനി ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്ന അബദ്ധമാണ്, ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും നേരത്തെ അഡ്വാൻസ് ഡൗൺ ചെയ്യാനായിട്ട് അറിയത്തില്ല. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുന്നു, ഒരു ജംഗ്ഷൻ വന്നു, ഫസ്റ്റ് കൊടുക്കുന്നു, റണ്ണിങ് നിലനിർത്തി ഫസ്റ്റ് ഗിയറിലാണ് ഞാൻ വാഹനം നീങ്ങിയത്. ഇങ്ങനെ ഗിയറിനെ അഡ്വാൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങളിൽ പല ആൾക്കാരും വാഹനം മടുത്ത് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ഗിയറിലേക്ക് ഇടുന്നത്. അപ്പം തന്നെ വണ്ടി എന്ത് ചെയ്യും, വണ്ടി ഓഫായി പോകുന്ന പ്രശ്നം വരും. അപ്പോൾ അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് നിങ്ങൾ ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രമിക്കണം. അത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി നിങ്ങൾ ഗിയർ ഇടുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ പല ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ ഒരു മാറ്റം കിട്ടാത്തത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ വാഹനം ഓടിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാ ഗിയറും ഇട്ട് വണ്ടി ഓടിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ പോരായ്മയാണ്. നിങ്ങളുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്, പലരും തന്നെ ഫസ്റ്റിലും സെക്കൻഡിലും തന്നെയായിട്ട് വണ്ടി ഓടിക്കും. ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാറ്റുക. നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ഗിയറും ഇട്ട് വണ്ടി ഓടിക്കാം. അതിന് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു, വണ്ടിക്ക് ചെറിയൊരു മൂവ്മെന്റ്സ് നൽകുന്നു, നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു, ഇതുണ്ട് ചെറിയൊരു മൂവ്മെന്റ്സ്, ഒരു 25 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ, ഞാൻ തേർഡിലേക്ക് ഇടുന്നു. ഒരു നിരപ്പായിട്ടുള്ള പ്രതലം വന്നു കഴിഞ്ഞാൽ നമുക്ക് തേർഡിൽ ഇടാനായിട്ട് ഇതുണ്ടോ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിതുണ്ട് ഒരു 20 കിലോമീറ്റർ സ്പീഡിലാണ് തേടി പോകുന്നത്, വീണ്ടും ഞാൻ ക്ലച്ച് പിടിച്ചിട്ടുണ്ടോ ഫോർത്തിലേക്ക് ഇടുന്നു, ഒരു 25 അത്രയൊക്കെ ഉള്ളൂ സ്പീഡ്. ഇതുകൊണ്ട് ഫോർത്ത് ഗിയറിൽ എൻ്റെ വാഹനം വളരെ സുഖകരമായിട്ട് വരികയാണ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ നമുക്ക് തേർഡും ഫോർത്തും ഇങ്ങനെ കൊടുക്കാം. ഇനി ഇവിടെ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ അഡ്വാൻസ് തേർഡിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി ഈ വളവ് നമുക്ക് തേടി പോകാൻ പറ്റത്തില്ല, ഇച്ചും കൊണ്ട് സ്പീഡ് കുറയ്ക്കണമെന്ന് തോന്നി നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുക. ഒരു സ്ട്രെയിറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ തേർഡും ഫോർത്തും നിങ്ങൾക്ക് പെട്ടെന്ന് ഇടാം, അതിന് ഒത്തിരി സ്പീഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇതുകൊണ്ട് ഒരു 25-30 കിലോമീറ്റർ വേഗതയിൽ ഞാൻ തേർഡ് കൊടുക്കുന്നു, വീണ്ടും ഞാൻ ഫോർത്ത് കൊടുക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് നോക്കണം. അതായത് വണ്ടിയുടെ വേഗത കുറച്ച് എല്ലാ ഗിയറും ഇട്ട് ഡ്രൈവ് ചെയ്ത് നോക്കുക. അല്ലാതെ ഇതൊരു സ്പീഡ് ഗിയർ ആണ്, അല്ലെങ്കിൽ ഈ ഗിയറിൽ ഇത്ര വേഗതയിൽ നമ്മളൊരു നല്ല സ്പീഡിൽ പോയാലേ പറ്റത്തുള്ളൂ എന്നുള്ള ചിന്തയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യാതെ, അല്ലാതെ തന്നെ നിങ്ങൾ നല്ല നിരപ്പായിട്ടുള്ള പ്രതലം വരുമ്പോൾ ഈ ഗിയറുകൾ ഇട്ട് നോക്കുക. വീണ്ടും നമുക്കൊരു കയറ്റോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കുക. ഇനി തേർഡിലും കയറാൻ പറ്റാത്ത കയറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും സെക്കൻഡ് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. അതായത് നമുക്ക് ചെറിയ ഇടയിൽ റോഡിൽ ഇത്തിരി സമയം നമുക്ക് കിട്ടിയുള്ളെങ്കിൽ അത്ര ഇടയിൽ നമ്മൾ അടുത്തൊരു ഗിയർ ഇടണം. ഇപ്പോൾ ഇവിടെ ഉണ്ട് ചെറിയൊരു സ്ട്രെയിറ്റ് റോഡ്, തേർഡ് കൊടുത്തു, നമ്മൾ ലാഗ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതുണ്ടോ ഇവിടെ നമുക്ക് തേർഡിൽ ഇങ്ങനെ വരുന്നു, വീണ്ടും നമുക്ക് സ്ട്രെയിറ്റ് റോഡ് പോലെ തോന്നുന്ന ഒരു ഫീൽ വരുന്ന ഏരിയ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും നമ്മൾ ഫോർത്ത് കൊടുക്കുന്നു. ഇങ്ങനെ ഡ്രൈവ് ചെയ്യണം. ഇങ്ങനെ ഡ്രൈവ് ചെയ്താലേ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരു മാറ്റം വരത്തുള്ളൂ. ഗിയർ ഇട്ട് വാഹനം ഓടിക്കുന്ന സമയത്തൊരു മാറ്റം വരത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ഈ വീഡിയോ പതിവ് പോലെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകുക. ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.